ഒരു ദിവസം കൊണ്ട് 3 സംസ്ഥാനങ്ങളിലൂടെ ഒരു കിണ്ണം കാച്ചി യാത്ര, അതും നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഭാഗത്തു. കാടും മാനയും കോടയും മഞ്ഞൊക്കെ ആയിട്ട്. സമയം ഏകദേശം ഉച്ചക്ക് 12:30 മണിയായി. ഫുഡ് ആണെങ്കിലും കഴിച്ചിട്ടുമില്ല. നമ്മുടെ എടക്കര മുണ്ട ഭാഗത്ത് എത്തിയപ്പോൾ 2 ഉമ്മമാര് നടത്തുന്ന ഒരു അടിപൊളി ഹോട്ടൽ കണ്ടു. സാധാ ചോറും കൂട്ടാനും ബീഫും നെയ്ച്ചോറും ബിരിയാണി അടക്കം. സത്യം പറയണമെങ്കിൽ വീട്ടിൽ കയറി ചെന്ന ഒരു ഫീൽ ആയിരുന്നു. നമ്മുടെ ഉമ്മമാര് നമുക്ക് എങ്ങനെ ചോറ് തരുന്നു അതേപോലെ ചോറൊക്കെ തന്ന് നല്ല അടിപൊളിയായിട്ട് സൽക്കരിച്ചു കേട്ടോ. നമ്മുടെ മനസ്സും മുസ്തഫൊക്കെ സാധാ ചോറും ബീഫും ആയിരുന്നു. ഞാൻ ഒന്നങ്ങോട്ട് മാറ്റി പിടിച്ച് ബീഫിന്റെ ബിരിയാണി ആയിരുന്നു. എന്റെ മോനെ അവരുടെ ആ ബീഫ് ഫ്രൈ ഒരു രക്ഷയിലിട്ട് കിണ്ണക്കാച്ചി കെറുമണേറ്റ്. ആ ബീഫ് ഫ്രൈ കൂട്ടിങ്ങനെ അടിക്കണം മോനെ, ഒരു രക്ഷയില്ല. കിടുക്കാച്ചി കെറുമണേറ്റ്. പക്ക ഒതന്റിക് ഹോം മെയ്ഡ് ഫീൽ ആയി. ഈ ഒരു ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ഹയ ഹോട്ടലിൽ കയറാൻ മറക്കേണ്ട അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പാലട പായസമൊക്കെ വാങ്ങിയിട്ട് നാട് കാണി ചുരം കയറാനായിട്ട് പോവുകയാണ്. നട്ടുച്ച 2 മണിക്കാണ് നിങ്ങൾ ഈ ഒരു കാഴ്ച കാണുന്നത്. സത്യം പറയണമെങ്കിൽ ചുരത്തുമ്പോൾ കണ്ണ് കാണൂല, ആ ജാതി കോടയായിരുന്നു. നമ്മുടെ തമിഴ്നാട് ബോർഡർ എത്തിയപ്പോഴേക്കും റോഡൊക്കെ വൻ അലമ്പാണ് മക്കൾ. പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പാൽപ്പായസം കുടിക്കാനായി. അപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ കാറിന്റെ ഉള്ളിൽ നിന്ന് കുടിച്ചു തീർന്നു. നമ്മുടെ ഗൂഡല്ലൂർ ടൗൺ കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി കിടില മഴ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 മഴയായിരുന്നു. കർണാടക ബന്ദിപ്പൂർ കാട്ടിലേക്ക് പ്രവേശിച്ച ആനന്റെ ഒരു കൂട്ടം തന്നെയായിരുന്നു. വൈകിട്ട് പോവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആനകളെ കാണാം. ആന മാത്രമല്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ കടുവനെയും കാണാം. ഒരു 5-5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഗുണ്ടൽപേട്ട എത്തി. നമ്മുടെ സൂര്യകാന്തി മല്ലിക്ക് പോയി. ഇതിന്റെ ഒരു 5-6 കളിനായിരുന്നു. എന്റെ മോനെ കാണാൻ ഒരു രക്ഷയില്ല. അടിപൊളി കിടിലം കാഴ്ച തന്നെയായിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നേരത്തെ പോന്നോളി, അല്ലെങ്കിൽ സാധനം കഴിയൂട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് മക്കൾ. ഒരൊറ്റ ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ കിട്ടില സ്പോട്ടാണ്.